നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് ചെസ് പ്ലെയർ എഡ്വേർഡ് ഹോൾട്ടും ജർമ്മൻ ചെസ് പ്ലെയർ ടെഡ് ബെൻഗാമിനും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1943-ലാണ്. ഈ ഗെയിമിൽ ഹോൾട്ട് വൈറ്റ് സൈഡും ബെൻഗാമിൻ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. ഇറ്റാലിയൻ ഗെയിമാണ്. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് 2 നൈറ്റ്സ് ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ഇത് ഓപ്പൺ വേരിയേഷൻ ആണ്. ഇവിടെ വൈറ്റിന്റെ രണ്ട് സെൻട്രൽ പോണുകളും ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. ബ്ലാക്കിനിപ്പോൾ അതിൽ ഏത് പോണിനാണെങ്കിലും വെട്ടിയെടുക്കാം. ബ്ലാക്ക് D4 പോണിനെ വെട്ടിയെടുക്കുന്നത് പോൺ വെച്ച് D4 പോണിനെ എടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റ് വെച്ച് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം കിങ്സ് എല്ലേക്ക് കാസറിങ് ചെയ്തുകൊണ്ട് അടുത്ത പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ആ പോണിനെ വെട്ടിയെടുക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് പോണിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റും കിങ്ങും ഒരേ ഫയലിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് D5 മുതലുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റിന് സപ്പോർട്ടുമുണ്ട്, അതുപോലെ ബിഷപ്പിനെതിരെ അറ്റാക്കുമാണ്. ഇപ്പോൾ ഗെയിമിൽ 6 മൂവുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി മുതൽ 2 പേരും വളരെ വ്യത്യസ്തമായ മൂവുകളാണ് ചെയ്യുന്നത്. വൈറ്റ് ഇവിടെ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റ് ഉപയോഗിച്ച് D4 പോയിന്റ് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റ് കൊണ്ടാണെങ്കിൽ കിവിനെ ഉപയോഗിച്ച് തിരിച്ചു വെട്ടാം. അല്ലാതെ പോൺ ഉപയോഗിച്ച് ബിഷപ്പിനാണ് വെട്ടുന്നതെങ്കിൽ ഈ നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു ചെക്കോട് കൂടി ആ നൈറ്റിനെ ഇട്ടെടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്കും ഇപ്പോൾ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പോൺ ഉപയോഗിച്ച് ഈ ബിഷപ്പിനെ വെട്ടാനോ ശ്രമിക്കുന്നില്ല. പകരം സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനിനെ H4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഈ നൈറ്റ് പിന്നിങ്ങിലാണെങ്കിലും ആ നൈറ്റിന് F2 സ്കോറിലേക്ക് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G3 മുതലുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ F6ലേക്ക് മുതലുകൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം തന്നെ ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ 2 പ്ലേയേഴ്സിൻ്റെ മനസ്സിലും അറ്റാക്ക് ചെയ്യുക എന്ന ചിന്ത മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ക്വീന് വെച്ച് D5 പോയിന്റ് എടുക്കുന്നില്ല. പകരം നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്കുള്ള നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ ഒരു നൈറ്റ് പിന്നിങ്ങിലാണ്. ആ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്കിൻ്റെ നൈറ്റ് പിന്നിങ്ങിലാണ്. ആ നൈറ്റിനെതിരെയും 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. ഇതിനെല്ലാം പുറമെ ഇവിടെ ഇപ്പോഴും വൈറ്റിൻ്റെ ഒരു ബിഷപ്പ് അറ്റാക്കിലാണ്. എല്ലാം കൊണ്ടും ചെസ് ബോർഡിന് തീ പിടിച്ചൊരവസ്ഥയാണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ക്വീൻസിലേക്ക് കാസറിങ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാമായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കാസറിങ് ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. അടുത്ത നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. വൈറ്റിൻ്റെ നൈറ്റ് ഇപ്പോഴും പിന്നിങ്ങിലായതുകൊണ്ടും അതുപോലെ തന്നെ നൈറ്റ് ഇങ്ങോട്ടേക്ക് എവിടെയെങ്കിലും മാറിയാൽ നൈറ്റും ക്വീനും ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ടും വൈറ്റിനിപ്പോൾ നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് E4 നൈറ്റിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ആ നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റ് റൂക്ക് വെച്ച് ആ പോണിനെ എടുക്കും. ഇതോടെ ചെക്കും ഒരേ സമയം ഈ 2 പീസുകൾക്കെതിരെ ഫോർക്കും വരും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ ഇട്ടുന്നില്ല. പകരം നൈറ്റ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. ഇപ്പോൾ വൈറ്റിനെ കിങ്ങിന് മൂവ് ചെയ്യാൻ ഈ 3 സ്ക്വയറുകളുണ്ട്. ഈ 3 സ്ക്വയറുകളിൽ എങ്ങോട്ടാണെങ്കിലും മൂവ് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇവിടെ വൈറ്റിൻ്റെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ ഈ 3 സ്ക്വയറിലേക്കും മാറ്റുന്നില്ല. പകരം ക്വീനും വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ക്വീനിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്കിൻ്റെ ക്വീനും അറ്റാക്കിലാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് വെച്ച് ക്വീൻ ഇട്ടുന്നില്ല, പകരം ക്വീൻ ഉപയോഗിച്ച് ക്വീൻ എടുക്കുന്നു.
ഇതോടെ അടുത്ത 2 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. രണ്ടും വളരെ വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്ന മൂവുകളാണ്. വൈറ്റ് ആദ്യം നൈറ്റിനെ F6 മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നൈറ്റ് ബച്ച് ചെക്കും റൂക്ക് ബച്ച് ഡിസ്കവേർഡ് ചെക്കും ഉണ്ട്. D7 സ്കോറിലേക്കും നൈറ്റിന് കണ്ടുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് D8 മൂവ് ചെയ്യേണ്ടിയിരുന്നു. ഈ സമയത്ത് റൂക്ക് E8 ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക് മേറ്റായി. ആകെ 14 മൂവുകളെ ഉള്ളായിരുന്നെങ്കിലും ഓരോ മൂവിന് പിന്നിലും ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു ഗെയിമായിരുന്നു. എല്ലാം പറയാൻ നിന്നാൽ 30 മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.